ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ എക്സസൈസിന് വരുവാണ്. അപ്പം ഈ മഞ്ഞ് കണ്ടപ്പോൾ എനിക്കിതൊന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഉണ്ടോ? സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ സൈമൺ. യൂട്യൂബ് ചാനൽ സൈമൺ വർഗീസ്, ഇൻസ്റ്റഗ്രാം സൈമൺ വർഗീസ്, ഫേസ്ബുക്ക്. വെൽക്കംസ് യു ആൾ. നമുക്കറിയാവുന്നതുപോലെ നമ്മളെപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം എന്നൊക്കെ പറയാം അല്ലേ. എപ്പോഴും നമുക്കൊരു പ്രത്യാശയുള്ളവനായിരിക്കണം അല്ലേ. നമ്മളൊത്തിരിയും സമൂഹത്തിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ മഞ്ഞത്തിൻ്റെ എക്സസൈസ് തുടങ്ങുന്ന മുമ്പ് ഈ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇത്രയും സുന്ദരമായൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ്. ദിവസേന ഞാനിത് ആസ്വദിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നു. ഇപ്പോൾ 4:15 എഴുന്നേൽക്കും. 5 മണിയാകുമ്പം ചൂടുകളൊക്കെ കുടിച്ച് ഫ്രഷായി പ്രാർത്ഥിക്കാനിരിക്കും. 6 മണിയാകുമ്പം പ്രാർത്ഥന, ബൈബിൾ വായന, എഴുത്ത്, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങും. പിന്നീടാണ് എൻ്റെ ലൈഫിൻ്റെ രണ്ടാം ഘട്ടം. പ്രഥമ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈശോയായിട്ടിരിക്കുന്ന സമയങ്ങളാണ്. നടക്കുമ്പോഴായാലും പ്രാർത്ഥിക്കാറുണ്ട്. ജപമാല ഇല്ലെന്ന് ഞാൻ നടന്നുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പറയുന്നതിനാ. ഇഫ് യു വാണ്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് മീ, അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എനിക്കിതൊന്നും വലിയ കാര്യമൊന്നുമല്ല. എന്നുവെച്ചാൽ എന്നെ ഇത് കേട്ടിട്ട് നിങ്ങളെന്നെ പുകഴ്ത്തുവന്നോ ഒന്നുമില്ല. താഴ്ത്തി കിട്ടത്തേ ഉള്ളൂ. അപമാനിക്കുന്നത് ഒരുവരൊരു മണ്ടനാണല്ലോ എന്നൊക്കെ പറയുമായിരിക്കും. എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, ആത്യന്തികമായി മനസ്സിൽ സന്തോഷം വരും നമ്മൾ ദൈവത്തോടെ എടുക്കുമ്പോൾ. അമേരിക്കയിലൊക്കെ യുവാക്കളെല്ലാം പള്ളി വിട്ടുപോയി. യൂറോപ്പിൽ പല പള്ളികളും, അമേരിക്ക ഒന്നും വിട്ടിട്ടില്ല, യൂറോപ്പിൽ ഇങ്ങനെ ബാറുകൾ നടത്തുന്നു, ഹോട്ടലുകൾ. പിന്നെന്താ സ്ഥിതി? യുവാക്കളെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ പള്ളികളൊക്കെ യുവാക്കളെ കൊണ്ട് നിറയുക അമേരിക്കയിലൊക്കെ. അമേരിക്കയിൽ ഞാൻ പോയപ്പോഴും പള്ളി നിറച്ച ആളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യുവാക്കളെ കൊണ്ട്. അപ്പം BBC-യും CNN ഒക്കെ അവരോട് ചോദിച്ചു, എന്താ വാട്ട് ഈസ് സീക്രട്ട് ബിഫോർ ദിസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ലോകത്തിലെ എല്ലാ സമ്പന്നതയും എല്ലാ സൗകര്യവും ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി സമാധാനം, പീസ് കിട്ടുന്നു. പീസാണ്, വി വാണ്ട് പീസ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ജീസസിനെ സമീപിച്ചിരിക്കുകയാണ്. അത് വലിയൊരു വാർത്തയാണ്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അമേരിക്കയിലെ, ഇപ്പോൾ യൂറോപ്പിലും അത് പിന്തുടർന്നു. പള്ളികളിലേക്ക് യുവാക്കളൊക്കെ എത്തിത്തുടങ്ങി. എന്തായാലും ഒന്നുണ്ട്, നാം മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മോടൊപ്പം ഈശോയും വേണം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ പേഴ്സണൽ കാര്യം. ഇന്ന് ഞാൻ പോകുന്ന ജസ്റ്റ് പത്രം എടുത്ത് നോക്കും. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവം, അത് എത്ര ബ്രൂട്ടലല്ലേ. ഒരു മനുഷ്യജീവിയെ, സഹജീവിയെ എങ്ങനെ നമുക്കിങ്ങനെ കൊല്ലാനൊക്കെ കഴിയുക? ഗവൺമെൻറ് ശക്തിയോടെ നടപടികൾ എടുക്കുന്നുണ്ട്. കൾപ്രിറ്റ്സിനെ ഒട്ടനവധി പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നടപടികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ നമ്മുടെ മനസ്സിൽ, ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ പണ്ട് നടന്നൊരു കാര്യം ഓർക്കുക. ഞാൻ സർക്കാർ സർവീസ് ജോലി ചെയ്ത് UD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുമ്പം ഗ്രാമസഭ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് എന്നെ നിയമിച്ചു. ഞങ്ങൾ താമസിക്കുന്ന പള്ളം എന്നൊരു സ്കൂൾ, അവിടെ ഒരു സ്കൂളുണ്ട്. അവിടുത്തെ ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം, ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കുറേ അധികം ആൾ, ഒരു കുടുംബക്കാരാണ്, അവനെന്തോ ഒളിഞ്ഞു നോക്കാൻ ചെന്നോ മറ്റോ പറയുന്നു, എനിക്കറിയില്ല. എന്തോ സംഭവമുണ്ട്. അടിച്ചവൻ്റെ ഉടുപ്പ് വലിച്ചു കീറി, അവസാനം ഷഡ്ഡി മാതിരി അടിച്ചു. നല്ല ആരോഗ്യമുള്ള ചെറുക്കാൻ. കുറേ ആയപ്പം എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. അപ്പോൾ ഞാൻ മാർഷൽ ആർട്സൊക്കെ ചെറിയ രീതിയിൽ പഠിച്ചു വരുന്ന സമയമാണ്. അപ്പം ഞാൻ ചാടി അങ്ങോട്ട് ഇരുന്നു. ഇവനെ കയറി അങ്ങ് വട്ടം. അപ്പോൾ എന്നെ അറിയാം അവർക്ക്, സാറേ മാറി ഞങ്ങൾ അടിക്കും എന്നൊക്കെ പറയും. അവസാനം ഞാൻ എന്നെ അടിച്ചാൽ ഞാനും തിരിച്ചടിക്കും, ഞാനൊന്ന് പറയട്ടടാ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവന്മാരും ചിറ്റപ്പന്മാരും കൊച്ചുമക്കളെല്ലാം ഉണ്ട്. അതിൽ പിന്നെ നിലത്തിട്ട് അടിക്കുക. ഒരുത്തനൊരു ചവിട്ടി കൊടുത്തവൻ ചത്തു. ഞാൻ പറയടാ, ഇവനെന്ത് തെറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളെല്ലാം ആവശ്യത്തിന് തല്ലി. ഇനി നിങ്ങൾ തല്ലി അവൻ ചത്തുപോയാൽ നിങ്ങളുടെ കുടുംബം എല്ലാം നശിച്ചു പോകും. ഇവനും നശിക്കും, നിങ്ങൾ നശിക്കും. അത് വേണോ? തല്ലരുതെന്ന് പറഞ്ഞു. ഇനി എന്നെ അടിക്കാൻ പറഞ്ഞു. അവരെല്ലാം അടി നിർത്തി ദേഷ്യപ്പെട്ട് സാറിനെ കണ്ടോളാമെന്നൊക്കെ പറഞ്ഞ് പോയി. അവൻ ചെറിയൊരാളൊന്നും അല്ലായിരുന്നു. അവൻ്റെ അതോ ഭൂരിപക്ഷം വർഗീയതയുടെ
പ്രവർത്തിക്കുന്നൊരുത്തനായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരെയും അപമാനിക്കണ്ടല്ലോ. പക്ഷേ അതിനുശേഷം വർഷങ്ങളോളം എന്നോടൊരു ബഹുമാനമൊക്കെ അവനും അവൻ്റെ അനുചരന്മാരും കാണിച്ചിരുന്നു. ഞാനന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് നമ്മുടെ മലയാളിയുടെ നന്മയാണ് അല്ലേ. ഇത്രയും പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിനെ എതിർക്കാൻ, അവനെ രക്ഷിക്കാനുമുള്ള മനസ്സ്, അത് ഏത് ചെറുക്കന ഏത് കുടുംബം എന്നുള്ളതല്ല, അവൻ്റെ കുടുംബത്തിൻ്റെ താങ്ങാണെന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരുവൻ അന്യദേശത്തിന് ഇവിടെ വരുന്നത്, നമ്മുടെ ആളുകളൊക്കെ ഗൾഫിലും അമേരിക്കയിലും UK യിലൊക്കെ പോയിട്ടില്ലേ, അവിടെയും നമ്മുടെ ആളുകളെയും കൊല്ലുന്നുണ്ട് ഇതുപോലെ, ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ അതിനെ ഗവൺമെൻറ് അത് അച്ചടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അത് ചെയ്യും. എന്നാലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. മനുഷ്യരുടെ സ്നേഹത്തെ പെരുമാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിലെ അലിവ് കുറവുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞാൽ ഞാൻ ചിരിക്കും. കഴിഞ്ഞ ദിവസം എവിടെ ഒരു സംഭവം, അതൊരു ഫങ്ഷനിൽ പോയപ്പോൾ അടുത്ത് നല്ല ആരോഗ്യമുള്ളൊരുത്തനാണ്. ഞാൻ എന്തോ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്നോട് മെക്കിട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിത നിങ്ങൾ മെക്കിട്ട് കയറി ഞാനിവിടെ നിന്ന് പോകും, അത്രേ ഉള്ളൂ, അല്ലേ ഞാൻ നിങ്ങളെ തല്ലാരും പിടിക്കാൻ നിൽക്കും. ഉടനെ അവൻ്റെ അമ്മ പറയുക, എടാ മോനെ അങ്ങനെയല്ല, സാറിനോട് മുട്ടിയ നീ ജയിക്കുകയല്ല, അതുകൊണ്ട് മോടാന്ന് പറഞ്ഞു. എന്നേക്കാൾ ഇരട്ടി ആരോഗ്യമുള്ളവനാണ്. പിന്നെ അവൻ്റെ അമ്മ പറഞ്ഞു വിടുക. കാരണം എന്താ, അവർക്ക് എന്നെ അറിയാം. പക്ഷെ ഞാനങ്ങനെ ഒരു വഴക്കുണ്ടാക്കുന്ന സൈസൊന്നും അല്ല. പിന്നെ തീരെ ഗതികേട് വന്നാൽ നമ്മളൊന്ന് ഓടി രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. എന്നാലും അമ്മ അവന് പറഞ്ഞു കൊടുത്തു, നിനക്കത് നല്ലതല്ല. ചെറിയ വിഷയം വലുതായി വന്നപ്പോൾ ഞാൻ തണുപ്പിച്ചതാണ്. അവൻ എൻ്റെ നേരെ വരാൻ തുടങ്ങി. കുഴപ്പമില്ല, ഞാൻ പക്ഷേ അവിടെ നിന്ന് സ്കൂട്ടായേനെ. പക്ഷേ അതിന് മുമ്പ് അവൻ്റെ അമ്മ ഇടപെടുകയും അവനെ തണുപ്പിക്കുകയും ചെയ്തു. ഓക്കെ, എനിക്കാവും ഒന്നുണ്ട്, ബി പോസിറ്റീവ് ഓൾവേസ്. ഞാനിതാ പറയുന്നത്, നമ്മുടെ മനസ്സ് ശരീരവും പോസിറ്റീവ് ആണല്ലേ, എത്ര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളെ നേരെ പാഞ്ഞു വന്നാൽ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. അപ്പം ബി പോസിറ്റീവ് ഓൾവേസ്. പിന്നെ ഒരാളെയും എഴുത്തി കെട്ടാനോ നാണം കെടുത്താനോ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ എവിടെയെങ്കിലും അപമാനിക്കപ്പെടുമെന്നുള്ളൊരു ധാരണ വേണം. ഞാനൊരു കാര്യം പറയാം, എന്നെ സംബന്ധിച്ച് ആർക്കും ഒരു ഉപകാരമേ ചെയ്തിട്ടില്ല, ആർക്കും ദോഷം ഞാൻ ചെയ്തിട്ടായിട്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല. പക്ഷേ പലതും നിങ്ങൾക്കറിയാം, ഒരു പഞ്ചായത്തിന് സ്പെഷ്യൽ കേഡ്സൊക്കെ എന്തെല്ലാം സ്വാധീനങ്ങളുള്ള ആളാണ്. എനിക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. ചില പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ വലിയ വലിയ നേതാക്കന്മാരായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് ഒരാളെ പോലും ഒരു കാര്യം ഉപയോഗിക്കും, ഒരു അഡ്മിഷന് പോലും എനിക്ക് ആരോടും ചോദിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ മക്കളൊക്കെ പഠിച്ചത് മെറിറ്റിലാണ്, ടെസ്റ്റ് എഴുതിയ. അമേരിക്കയിൽ പോയാൽ അവിടെ ടെസ്റ്റ് എഴുതി ഉന്നത ജോലി കരസ്ഥമാക്കി. ഇവിടെ മോള് MBBS MD എല്ലാം കഴിഞ്ഞാൽ എല്ലാം മെറിറ്റിലാണ്. അല്ല പൈസ കൊടുത്ത് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ അതൊക്കെ അപ്പോൾ ദൈവാനുഗ്രഹമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു മാൻ, അപ്പം അതുണ്ടാവും, സന്തോഷം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ എക്സസൈസ് താമസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ്. തിന്മയെ വിട്ടുമാറുക, നന്മയ്ക്ക് വേണ്ടി പോരാടുക. ഏറ്റവും ദുർബലനായ ഒരാളെ നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവമഹത്വം ലഭിക്കുക. സമ്പന്നനായ കൂട്ടുകാരന് ആശുപത്രിയിൽ പോകാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ട് അത് ബോസ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറിച്ച് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ 500 രൂപ ചോദിച്ചു വന്നാൽ കൊടുക്കാത്തവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലേതാ മഹത്വമേറിയത്? സമ്പന്നനായ കൂട്ടുകാരന് പല സുഹൃത്തുക്കളുണ്ട്, അവനിഷ്ടം പോലെ കൊടുക്കും. പക്ഷേ ഈ ആരുമില്ലാത്ത പാവങ്ങളായിട്ടുള്ള ഒരാൾ 500 രൂപയോ 1000 രൂപയോ ചോദിച്ചാൽ കൊടുക്കാൻ മടിക്കുന്നവരെ നമുക്കറിയാം. അപ്പം അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ സമൂഹത്തിൽ നമുക്ക് ഒരു നല്ല ഭാഗമാകണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം നമുക്ക് ആലോചിക്കാം. ഓൾ ദ ബെസ്റ്റ്. Be a positive man. Okay, always gently behave with others. Ladies and gentlemen, have a fantastic positive day. Praise our God. Thank you.